ഇന്നലെ പാലക്കാട് IMA ജംഗ്ഷനിൽ ഒരു സ്ത്രീ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നടു റോഡിൽ നിസ്കാരപ്പായിട്ട് നിസ്കരിക്കുന്ന വീഡിയോന്റെ കമന്റ് ബോക്സ് എടുത്ത് വായിക്കുമ്പോഴാണ് രസം. ഒരുപാട് ആൾക്കാർ അതിനെ വർഗീയപരമായിട്ടൊക്കെ പരാമർശിക്കുന്നുണ്ട്. മറ്റു ചിലർ ഉപദേശിക്കുകയാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അള്ളാഹ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല, നടു റോഡിൽ ആൾക്കാരെ ശല്യം ചെയ്താൽ നിസ്കരിച്ചാലൊന്നും അള്ളാഹ് സ്വീകരിക്കൂല എന്നൊക്കെ. ഇത് എന്താണ് സംഭവം എന്ന് അവർ അറിയാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇത് സംഭവം ഒരു പ്രതിഷേധമാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിരിക്കണ്. ആ ഭർത്താവിന്റെ സ്വത്തുക്കൾ, ആ ഭർത്താവിന്റെ സഹോദരങ്ങൾ ഈ സ്ത്രീക്ക് അർഹതപ്പെട്ട ഓഹരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പലയിടത്ത് പരാതി കൊടുത്തിരുന്നു. അതിനൊരു തീരുമാനം കാണാതായപ്പോൾ ഇങ്ങനൊരു സമരമുറയിട്ട് ഇറങ്ങിയതാണ്. നടു റോഡിൽ നിസ്കരിച്ചിട്ട് പൊതുജനത്തിന്റെ ശ്രദ്ധ നേടാൻ, നിയമത്തിന്റെ ശ്രദ്ധ നേടാനൊക്കെ. അതെന്താന്ന് പോലും അന്വേഷിക്കാതെ എന്തെങ്കിലുമൊക്കെ കമന്റുകളൊന്നും വായിക്കരുത്. സത്യത്തിൽ ആ സ്ത്രീ ചെയ്തതിനോട് ഞാൻ യോജിക്കണമെന്നില്ല. കാരണം നിയമപരമായിട്ടും അല്ലാതെ അത് തെറ്റാണ്. ഇമാത്തത്തിൽ അതായി അനിത്തൊരീക്ക് അല്ലീമാൻ, വഴിയിലൊരു തടസ്സം നീക്കൽ ഇസ്ലാമിൽ പെട്ടതാണ്. അതായത് വഴി തടസ്സപ്പെടുത്തുന്നതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമായ നിസ്കാരം കൊണ്ട് തന്നെ ആ വഴി തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിനെ യോജിക്കാൻ പറ്റൂല. പക്ഷെ ഇതിനെ വർഗീയവൽക്കരിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഇത് നിങ്ങൾ പേടിക്കുന്ന പോലെ പാകിസ്ഥാൻ ആക്കാനുള്ള ഉദ്ദേശമൊന്നുമല്ല. അത് ആ വ്യക്തിയുടെ ഒരു പേഴ്സണൽ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം മാത്രമാണ് ആ ചെയ്തിരിക്കുന്നത്. എന്താണ് വാർത്ത എന്ന് അന്വേഷിച്ചിട്ട് കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറയാം.